കേരളത്തിലെ രാഷ്ട്രീയ, സാംസ്കാരിക, സാമൂഹ്യ മണ്ഡലങ്ങളിലെ ബഹുമുഖ പ്രതിഭയായിരുന്ന സഖാവ് കണിയാപുരം രാമചന്ദ്രൻ്റെ മാസ്മരികമായ സ്മരണകൾ പുതുക്കുന്ന സന്ദർഭമാണിത്. ഇന്ത്യയിലെ ആദ്യത്തെ സംഘടിത ദേശീയ വിദ്യാർത്ഥി പ്രസ്ഥാനമായ AISFൻ്റെ പ്രവർത്തകനായി പൊതുപ്രവർത്തനം ആരംഭിച്ച സഖാവ് കണിയാപുരം AISFൻ്റെ സംസ്ഥാന ദേശീയ നേതൃനിരയിൽ പ്രവർത്തിച്ചയാളായിരുന്നു. എണ്ണമറ്റ വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ മുൻനിര പോരാളിയായിരുന്നു സഖാവ് കണിയാപുരം. വിദ്യാർത്ഥി നേതാവായിരിക്കുമ്പോൾ തന്നെ സാംസ്കാരിക രംഗത്തും നൈപുണ്യം പ്രകടിപ്പിക്കാൻ കഴിഞ്ഞ ബഹുമുഖ പ്രതിഭയായിരുന്നു അദ്ദേഹം. സിനിമാ ഗാനരംഗത്തും നാടകഗാനരംഗത്തും വിപ്ലവഗാനരംഗത്തും അതുല്യമായ പ്രതിഭ തെളിയിക്കാൻ സഖാവ് കണിയാപുരത്തിന് സാധിച്ചിരുന്നു. കണിയാപുരത്തിൻ്റെ എണ്ണമറ്റ ഗാനങ്ങൾ ചലച്ചിത്രങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. നാടകഗാനങ്ങളും കേരളം പാടി നടന്നു. ഒട്ടേറെ വിപ്ലവഗാനങ്ങളും ഇന്നും കേരളത്തിലെ മലയാളികൾ പാടിക്കൊണ്ടേയിരിക്കുന്നു. പുന്നപ്പറ വയലാർ വാരാചരണത്തിൻ്റെ കാലത്ത് വയലാർ ഭൂമിയിൽ എപ്പോഴും ഉയർന്നു കേൾക്കുന്ന ഗാനങ്ങളിൽ ഒന്ന് റെഡ് സല്യൂട്ട് റെഡ് സല്യൂട്ട് എന്ന ഗാനമാണ്. ആ ഗാനം കണിയാപുരത്തിൻ്റെ മികച്ച സൃഷ്ടികളിൽ ഒന്നാണ്. സിനിമാ ഗാനങ്ങളും അനശ്വരങ്ങളായ ഗാനങ്ങളായിരുന്നു. ഗാനരചനയ്ക്കൊപ്പം നാടകരചനയിലും തൻ്റെ വൈഭവം കണിയാപുരം പ്രകടിപ്പിച്ചു. പുതിയ പുരാണം, ഭഗവാൻ കാലുമാറുന്നു, ദ ആക്സിഡൻറ്റ്, സബ്കോ സന്മതി ദേ ഭഗവാൻ തുടങ്ങി 11 നാടകങ്ങളുടെ കർത്താവാണ് അദ്ദേഹം. 1978 പുതിയ പുരാണം എന്ന നാടകം കേരള സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ബഹുമതിക്ക് വിധേയമായി. ഒട്ടേറെ സിനിമകളുടെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം തൊഴിലല്ലെങ്കിൽ ജയിലെന്ന സിനിമയുടെ രചനയും തിരക്കഥയും സംഭാഷണവും നിർവഹിക്കുകയും സംവിധാനവും നിർവഹിക്കുകയും ചെയ്തു. വർഗീയതയ്ക്കെതിരായുള്ള ഒട്ടേറെ ഗാനങ്ങളുണ്ട്. രക്തത്തൊടുകുറി ചാർത്തുവിൻ, ഈ മുദ്രാവാക്യം മുഴക്കുവിൻ എന്ന് രക്തപ്രതിജ്ഞയെ മുൻനിർത്തി കണിയാപുരം രചിച്ച ഗാനവും അനശ്വരമായ ഗാനമാണ്. ഈ കേരളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ചരിത്രത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഭവം വേണ്ടത്ര അടയാളപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് നാം പുനഃചിന്തിക്കേണ്ട സന്ദർഭമാണ്. കേരളം കണ്ട മഹാനായ വാഗ്മികളിൽ ഒരാളായിരുന്നു കണിയാപുരം. വാക്കുകൾ കൊണ്ട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്തു അദ്ദേഹം. അനായാസേന മണിക്കൂറുകളോളം ശ്രോതാക്കളെ പിടിച്ചിരുത്താൻ കഴിയുന്ന അതുല്യ പ്രഭാഷകൻ. അദ്ദേഹം അരങ്ങൊഴിയുമ്പോൾ വാസ്തവത്തിൽ പ്രഭാഷണ കലയുടെ അത്യുജ്വലനായ ഒരു ആചാര്യൻ കൂടിയാണ് വിടവാങ്ങുന്നത്. കണിയാപുരം ജീവിച്ചിരുന്ന കാലത്തെ മഹത്തായ നാടകകൃത്തുക്കളാണ് തോപ്പിൽ വാസിയും KT മുഹമ്മദും തിക്കോടിയനും NN പിള്ളയുമെല്ലാം. അവർ വിരാജിച്ച നാടകമണ്ഡലത്തിലാണ് തൻ്റേതായ കയ്യൊപ്പ് പതിപ്പിക്കുവാൻ കണിയാപുരത്തിന് സാധിച്ചത്. P. ഭാസ്കരനും വയലാറും ONVയും ശ്രീകുമാരൻ തമ്പിയും ഗാനസാഹിത്യ രംഗത്ത് നിറഞ്ഞു നിന്നപ്പോഴാണ് ഗാനമേഖലയിലും നിസ്തുലമായ പങ്കുവഹിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. മികച്ച പത്രപ്രവർത്തകനും എഴുത്തുകാരനുമായിരുന്നു അദ്ദേഹം. നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ മികച്ച പാർലമെൻറ്റേറിയൻ എന്നും അദ്ദേഹം തെളിയിച്ചു. 1977 നെടുമങ്ങാട് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നിന്ന് വമ്പിച്ച ഭൂരിപക്ഷത്തിൽ വിജയിച്ച അദ്ദേഹം നിയമസഭയിൽ തൻ്റെ ധിഷണ, തൻ്റെ വൈഭവം, തൻ്റെ പ്രഭാഷണ പാടവം തെളിയിക്കുകയുണ്ടായി. പല നിയമനിർമ്മാണങ്ങളുടെയും പിന്നിൽ പ്രവർത്തിക്കാനുള്ള പ്രാഗൽഭ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹം ഒരു തികഞ്ഞ രാഷ്ട്രീയ പ്രവർത്തകനും ലാളിത്യത്തിൻ്റെ പ്രതീകവുമായിരുന്നു. ജീവിതകാലം മുഴുവൻ ആദർശ സുരഭിലമായ ജീവിതം നയിച്ച കമ്മ്യൂണിസ്റ്റ് സാംസ്കാരിക നായകനാണ് സഖാവ് കണിയാപുരം രാമചന്ദ്രൻ.